നമസ്കാരം. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിലാണ് രാജ്യം. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികത്തിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചു. വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലിയും അർപ്പിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്കിടെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലേത് കേവലം യുദ്ധം മാത്രമല്ല, പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണെന്ന് പറഞ്ഞ മോദി ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി. ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കില്ലെന്നും പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്നും മോദി പറഞ്ഞു. ഓരോ സൈനികൻ്റെയും ത്യാഗം രാജ്യം സ്മരിക്കുകയാണ്. ഓർമ്മകൾ ഇങ്ങനെ മിന്നിമറയ്ക്കുകയാണ്. കേവലം യുദ്ധത്തിൻ്റെ വിജയം മാത്രമല്ല കാർഗിലേതെന്നും പാകിസ്ഥാൻ്റെ ചതിക്കെതിരായ ഭീകരവാദത്തിനെതിരായ വിജയമാണതെന്നും മോദി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുകയാണ്. ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്ന് പാകിസ്ഥാന് മോദി മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. അഗ്നിപഥ് പദ്ധതി സേനയെ യുവത്വവൽക്കരിക്കുകയാണ്. എന്നാൽ ചിലർ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചു. സൈനികരെ കാവൽ ജോലിക്കായി മാത്രം കണ്ടവരാണ് ഇത് ചെയ്തത്. എനിക്ക് രാജ്യമാണ് വലുത്, രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. രാജ്യത്തെ യുവാക്കളെ കളിപ്പാവകളാക്കുകയാണ് ചിലർ. ദേശീയ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കാർഗിൽ യുദ്ധത്തിൽ പോരാടിയ സൈനികരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും രാജ്യസ്നേഹവുമാണ് നമ്മെ സുരക്ഷിതരാക്കിയത്. അവരുടെ സേവനവും ത്യാഗവും ഓരോ ഇന്ത്യക്കാരനും വരും തലമുറയ്ക്കും പ്രചോദനമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. യുദ്ധസമയത്ത് രാജ്യത്തിൻ്റെ പ്രദേശം സംരക്ഷിച്ച ധീരമായ സൈനികർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഉൾപ്പെടെ രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കരസേനയുടെയും വ്യോമസേനയുടെയും ഹെലികോപ്റ്ററുകളിൽ യുദ്ധസ്മാരകത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി സ്റ്റാമ്പും പുറത്തിറക്കും. ലഡാക്കിൽ നിന്നും കശ്മീരിൽ നിന്നും നിരവധി ആളുകൾ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കഴിഞ്ഞ 2 ദിവസമായി വിവിധ പരിപാടികൾ നടത്തിയിരുന്നു. യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ചവരുടെ കുടുംബങ്ങളെ ആദരിച്ചിരുന്നു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദരാഞ്ജലി അർപ്പിച്ചു. കാർഗിൽ മലനിരകളിൽ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവൻ ത്യജിച്ച ഓരോ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ വണങ്ങുന്നുവെന്ന് രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങളോട് നുഴഞ്ഞുകയറ്റത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഭാഷയിൽ മറുപടി നൽകിയ പാകിസ്ഥാന് നൽകിയ ഉചിതമായ മറുപടിയായി കാർഗിൽ യുദ്ധം ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടു. ജമ്മു കാശ്മീരിനെ ഏതു വിധേനയും ഒപ്പം ചേർക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ തുടക്കം. സ്വാതന്ത്ര്യം നേടി 52 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കാർഗിൽ വിജയം. യുദ്ധം ഇന്ത്യയുടെ വിജയത്തോടെ അവസാനിച്ച 1999 ജൂലൈ 26 എല്ലാ വർഷവും നാം കാർഗിൽ വിജയ് ദിവസമായി ആഘോഷിക്കുന്നു. 1999 മെയ് മാസത്തിലാണ് വൻതോതിലുള്ള നുഴഞ്ഞുകയറ്റം ഇന്ത്യൻ ആർമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് കാർഗിൽ യുദ്ധത്തിലേക്കായിരുന്നു നയിച്ചത്. കാർഗിൽ ജില്ലയിലെ ദുർഘടമായ മലനിരകളിൽ ഏറെ പ്രയാസപ്പെട്ടാണ് സൈനികർ യുദ്ധം നയിച്ചത്. പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ശക്തമായ ആധിപത്യം സ്ഥാപിച്ചാണ് കാർഗിൽ യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചത്. 1999 ജൂലൈ 26 യുദ്ധം അവസാനിച്ചത്. ഇന്ത്യൻ ജനതയൊന്നാകെ ഒരുമിച്ച് ശത്രുവിനെതിരെ അണിനിരന്നതിൻ്റെ ഓർമ്മ കൂടിയാണ് കാർഗിൽ വിജയ് ദിവസ്. ഇന്ത്യൻ പട്ടാളത്തിന് പിന്നിൽ ജനതയൊന്നാകെ നിലകൊണ്ടു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനതയും യുദ്ധത്തിന് പിന്തുണ നൽകി. ദേശീയത വികാരത്തിലൂടെ ജനതയെ ഒന്നിപ്പിക്കാനും ഈ യുദ്ധത്തിന് സാധിച്ചു.